Hello, my dears. I am your Divya Sajid from Divus Happiness Hub. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യം കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് സീഡ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കുറച്ച് സീഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ അത് പോയി കേൾക്കണം. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുകയും വേണം. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സീഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള സീഡ്സിനെ പറയാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണം. ക്ലാരിറ്റി, കറക്റ്റ് നമുക്കൊരിത് വേണം. അതായത് ജീവിതം നമുക്ക് വളരെ ചെറുതാണ്, കുറച്ച് സമയമേ ഉള്ളൂ. അല്ലാതെ 10,000 വർഷങ്ങളുണ്ടെന്ന് വിചാരിക്കാതെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അപ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി വേണം നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ പറയാണ് കേട്ടോ, നമ്മൾ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോവുകയാണ്, നിങ്ങളുടെ പെട്ടെന്ന് പറയാവുന്ന 2 ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട 2 കാര്യങ്ങൾ, നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ 2 കാര്യങ്ങൾ ചെയ്യാൻ പറയാൻ പറഞ്ഞാൽ നമ്മൾ ആകെ എന്താവും, കൺഫ്യൂഷനിലാവും. ഇപ്പോൾ എന്താ പറയാലോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്നൊക്കെ പോകാൻ പറഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും നമുക്ക്. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. പക്ഷേ അതിനു മുമ്പ് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് വെറുതെ ജീവിച്ചു പോയി എന്നല്ല, നമ്മളിവിടെ ഒരു ലെഗസി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് വളരെ ക്ലാരിറ്റി വേണം, ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് വേണം നമ്മുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ, കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം. അത് നമ്മുടെ ബന്ധങ്ങൾ കുറേ കൂടെ ശക്തമാക്കും, ദൃഢമാക്കും. മറ്റുള്ളവരോട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നല്ല ആശയവിനിമയങ്ങളുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, പെരുമാറുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ബെനിഫിറ്റായിട്ട് നമുക്ക് മാറും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ആശയവിനിമയത്തിന്. അടുത്തതായി നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല, ഇതൊക്കെ ഞാൻ മുമ്പ് എത്രയോ തവണ ലൈഫിൽ അപ്ലൈ ചെയ്താണ്, എനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആത്മവിശ്വാസക്കുറവുണ്ട് എല്ലാവർക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കണം. പിന്നെ ഇതൊക്കെ നിസ്സാരം, ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കും, ഞാനിതൊക്കെ ചെയ്യും, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അല്ലേ എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾ ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് നെഗറ്റീവ് നിങ്ങളുടെ ഉള്ളിൽ കാണും, ചുറ്റും കാണും. അപ്പോൾ അതിനൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ നല്ല ആത്മവിശ്വാസത്തോട് മുന്നേറണം. ഇതെന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയും കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് എന്തായിരിക്കും വേണ്ടത്, കൺസിസ്റ്റൻസി. നമ്മൾ മാറാൻ തീരുമാനിച്ചു, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ മാറും, ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അത് ഇന്ന് പറഞ്ഞങ്ങ് കേട്ട് പോയാൽ പോരാ. അതിൽ നിങ്ങൾ എന്തായിരിക്കണം, കൺസിസ്റ്റൻസി, ഒരു കറക്റ്റ് കൃത്യത നിങ്ങളത് പാലിക്കണം. അത് പാലിച്ചേ പറ്റൂ. ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കൊണ്ടുവരണം. അതായത് നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ടിട്ട് നമ്മൾ ഭയങ്കര ഇൻസ്പയർഡായിട്ട് നമ്മൾ പോകും. പക്ഷെ അത് ഒരു 2 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പഴയ പടിയിലേക്കാവും. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ മാറ്റം, ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 1-2 ദിവസം കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. മിനിമം ഒരു 21 ഡേയ്സ് എങ്കിലും നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ കോഴ്സസും ഞാൻ 21 ഡേയ്സ് വെച്ചിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടേ പ്രയോജനമുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കണം നമ്മൾ. അപ്പോൾ നമുക്കത് കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് ഒരു ക്രിയേറ്റിവിറ്റി.
അപ്പോൾ നമുക്ക് തോന്നും നമ്മളെപ്പോലെ നമ്മളോട് മത്സരിക്കാൻ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. ആരും മത്സരിക്കാനില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സേ വേണ്ട. എന്ത് നമ്മൾ അവരേക്കാളും ശക്തനായിട്ട് നേടിയെടുക്കണം, എനിക്ക് അവരേക്കാളും മികച്ചതാവണം എന്നല്ല നമ്മൾ പറയേണ്ടത്. എനിക്ക് ഏറ്റവും മികച്ചതാവാൻ കഴിയണം. കാരണം നമുക്ക് നമ്മുടേതായ ഒരുപാട് കഴിവുകളുണ്ട്, നമ്മളറിയാത്ത നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അത് വേറെ ആരെയും വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആർക്കും നമുക്കൊരു ഒരു കോമ്പറ്റേറ്റർ ഉണ്ടാവില്ല. നമ്മൾ മത്സരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ ഈ യൂണിവേഴ്സിൽ ധാരാളമുണ്ട്, അബൻഡൻസ് ആണ്. അപ്പോൾ കടൽ പോലെ വിശാലമായി കിടപ്പുണ്ട്. അതിനകത്ത് നമ്മളൊരു സ്പൂണും കൊണ്ട് പോകണോ അതോ ഒരു വലിയ കുടവുമായിട്ട് പോകണോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി, നമ്മുടെ നമ്മുടെ കഴിവുകളെ നമ്മൾ തന്നെ വളർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ലൈഫിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഈ 5 കാര്യങ്ങൾ നിങ്ങളിത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് ഇതിലോട്ട് വരാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഗ്രാജ്വലി നമ്മളിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മുടെ ലൈഫിൽ അവോയ്ഡ് ചെയ്യേണ്ട സീസൺ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുക, അത് അവോയ്ഡ് ചെയ്തിട്ട് ഈ സീസൺ നിങ്ങളെ കൂടെ നിങ്ങൾ കൂട്ടിക്കൊള്ളണം. ഓക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ നല്ല കമൻസ് ഒക്കെ പറയണം കേട്ടോ. താങ്ക് യു മൈ ഡിയേഴ്സ്. ലവ് യു ഓൾ. ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്.